ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണം വർദ്ധിക്കുന്നു. കൃത്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചാൽ ഇത്തരം അപകടങ്ങൾ തടയാനാകുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാസർകോട്ടെ പ്രശസ്ത സ്നേക്ക് റെസ്ക്യൂവറും സർപ്പ് വളണ്ടിയറുമായ അമീൻ അടുക്കത്ത് ബയൽ KCN ന്യൂസിനോട് സംസാരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ പതിവാകുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. എന്നാൽ കൃത്യമായ ജാഗ്രത പാലിച്ചു കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. കാസർകോട്ടെ സർപ്പ വളണ്ടിയറും സ്നേക്ക് റെസ്ക്യൂറുമായ അമീൻ അടുക്കത്ത് ബയൽ ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിൽ ഒരു പാമ്പ് കടിയേറ്റുള്ള മരണം ഉണ്ടാവുന്ന വാർത്തയാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. ഇത് ഏത് രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും? ഇത് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ പ്രത്യേകിച്ച് ചൂടാണ്. പാമ്പ് നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്നതും നമ്മളെ പബ്ലിക് പ്ലേസിലേക്ക് വരുന്നതും നമ്മൾ തന്നെ തെറ്റുകൊണ്ടാണ്. അത് ഒന്നാമത് വെച്ചാൽ നമ്മൾ മലിനീകരണം, ഈ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് വലിച്ചെറിയുന്നതിലൂടെ നമ്മളെ വീട്ടിലേക്ക് എലികൾ കൂടുതലായി എലി ശല്യം ഉണ്ടാകുന്നതാണ്. ആ സമയത്താണ് എലിനെ തേടി വരുന്നതാണ് ഈ പാമ്പുകൾ. അല്ലാതെ നമ്മൾ പാമ്പിനെ നമ്മളെ ഫുഡായിട്ടുള്ള ഒരു കാര്യം അതിന് വേണ്ടിയില്ല. നമുക്ക് പാമ്പിന് അത്യാവശ്യമായിട്ടുള്ളത് എലിയാണ്. ആ എലി ഉണ്ടാകുന്നത് നമ്മൾ കാരണമാണ്. ആ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും മലിനമായിട്ട് വെക്കുന്ന നമ്മളെ വീടും പരിസരവും വൃത്തിയില്ലാതെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ പാമ്പുകൾ നമ്മളെ വീട്ടിനടുത്ത് കൂടുതൽ വരാനുള്ള കാര്യം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിനെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് ഇതിനെ ഇല്ലാതാക്കാന്ന് വെച്ചാൽ ഈ എലിനെ ഇല്ലാതാക്കലാണ് നമ്മൾ മെയിൻ കാര്യങ്ങൾ ഇതിൽ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ ഇപ്പൊ ചൂട് കാലമാണ്. ഈ ചൂട് കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ പാമ്പിന് ചൂട് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ തണുപ്പുള്ള സ്ഥലങ്ങൾ തേടി വരുന്നതാണ് ഈ പാമ്പുകൾ. ഇപ്പൊ നമുക്ക് ഈ അടുത്ത കാലത്ത് മരണ റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കൂടുതൽ ശ്രദ്ധിക്കാത്തില്ലാതുകൊണ്ട് നമ്മളെ വീട്ടിലേക്ക് ചാരി നിൽക്കുന്ന മരങ്ങളും മറ്റു കാര്യങ്ങൾ, പിന്നെ അതേപോലെ ഈ അടിപ്പല ഇല്ലാത്ത വീടുകളും ഈ അടിച്ചിട്ടുള്ള വാതിലിന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും വീട്ടിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ടോ അതൊക്കെ ഇല്ലാതാക്കല് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങള് പാമ്പ് പിടുത്തം നടത്തുന്ന ആളാണല്ലോ. അപ്പൊ ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് ഈ പാമ്പ് വരുന്നത് കൂടുതലാണോ? അത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ പോകേണ്ടതായി വരാറോ? കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോ ഈ ചൂട് കാലം കൂടുതൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഈ മാളങ്ങളിൽ ഭയങ്കര ചൂട് കൂടുന്നതുകൊണ്ടാണ് പുറത്ത് അത് തണുപ്പ് നോക്കിയിട്ട് പുറത്തിറങ്ങുന്നതാണ്. അത് തണുപ്പ് നോക്കി പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ വീട്ടിന്റെ പരിസരങ്ങളിൽ വിറക് കൂട്ടിയിട്ടുണ്ടാവാം, ചകരി കൂട്ടിയിട്ടുണ്ടാവാം. അങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ലൊരു തണുപ്പുള്ള നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു ഏരിയ ആണ് ഈ പല വീട്ടിന്റെ അടുത്തും കാണാൻ പറ്റുന്നത്. അപ്പൊ അത് തേടി വന്നിട്ടാണ് നമ്മളെ വീട്ടിനകത്ത് പാമ്പുണ്ട് എന്നുള്ള രീതിയിൽ വരുന്നത്. കാരണം ആ ചൂടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തണുപ്പിലേക്ക് അത് മാറി നിൽക്കുന്നത്. ഇപ്പൊ കുട്ടികൾക്കാണ് കൂടുതലായി ഇപ്പൊ പാമ്പ് കടിയേൽക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ എന്താണ് പ്രധാനമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഈ കുട്ടികള് മുതിർന്നവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് ഈ ബെഡ്റൂമിന്റെ ഇന്നലെ എനിക്ക് ബെഡ്റൂം കബോർഡിന്റെ ഉള്ളിലാണ് കയറി കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കയറി കൂടുന്ന സമയം എപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റുന്ന ഈ രാത്രിയിലാണ്. പക്ഷെ അത് കയറി കൂടുന്ന പല സമയങ്ങളിൽ കയറി കൂടുന്നതാണ്. അപ്പൊ ഈ കയറി കൂടുന്ന സമയത്ത് നമ്മൾ ഈ വിരിപ്പിനകത്തോ തലേണ അകത്തോ പല സ്ഥലത്തും ഉണ്ടാവാം. അപ്പൊ അത് കിടക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ കൊട്ടി പെരിച്ച് അത് ഇഴജന്തുക്കളെല്ലാം, അതായത് തേള് മറ്റും അതുപോലെ തന്നെ ഇഴജന്തുക്കൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സൂക്ഷിക്കേണ്ട ദിവസമാണ്. നമ്മൾ എപ്പോൾ കിടന്നുറങ്ങുന്ന ആ സമയത്ത് നമുക്ക് എന്ത് ഉറപ്പ് വന്നാലും രാവിലെ വിരിച്ചതായിരിക്കും. പക്ഷെ എന്നാൽ ഈ കിടക്കുന്ന സമയത്ത് നമ്മൾ അത് കൊട്ടി വിരിച്ച് കിടക്കണം ഏറ്റവും കൂടുതൽ നല്ലത്. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് കൂടുതൽ വേണ്ടതാണ്. ഈ പാമ്പ് തനിയെ വന്ന് കടിക്കൂല. അത് പാമ്പ് മനുഷ്യന്റെ അടുത്ത് വന്ന് കടിക്കൂല. സ്വാഭാവികമായിട്ട് പാമ്പിന് എങ്ങനെ വേദനിക്കുന്നു ആ വേദനിക്കുന്ന അതിലേക്ക് കടിക്കുന്നതാണ്. അത് നമ്മളൊരു വടി കൊണ്ട് അതിനെ വേദനിപ്പിച്ചാൽ വടിയിലേക്കാണ് കടിക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് അതിനെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈക്കാന്ന് കടിക്കുന്നത്.
നമ്മളിപ്പോ മിനിഞ്ഞാന്ന് കുട്ടികൾക്ക് കഴുത്തിലേക്ക് ഒന്ന് പരിക്കാന്നുണ്ട് കണ്ട്. കാരണം ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ കുട്ടികളെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന സമയത്ത് അതിന്റെ ദേഹത്ത് കൊണ്ടിട്ടുണ്ടാവാം. ആ സമയത്താണ് അതിന്റെ കടി കൊണ്ടിട്ടുള്ളത്. ഇപ്പൊ സാധാരണയായി ഈ ഗ്രാമപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കാട് പിടിച്ച സ്ഥലങ്ങളിലുള്ളവരാണ് ഈ പാമ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഈ നഗരപ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കേണ്ടതായി. കൂടുതലും നഗരങ്ങളിലേക്ക് വരാൻ കാരണം നമ്മൾ കാട് വെട്ടിത്തെളിച്ച് നാടാക്കി മാറ്റിയിട്ടാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ പാമ്പിന്റെ അവസ്ഥ അനുസരിച്ചിട്ട് അത് കാട് തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് ഒരു പ്രാവശ്യം തളിച്ച് നല്ല വൃത്തിയായി കാണും. പക്ഷെ പാമ്പുകള് ദിവസം ഇറങ്ങുന്ന ഒരു കൂട്ടത്തിൽ പെട്ടതല്ല. പെരുമ്പാമ്പിനെ കുറിച്ചെല്ലാം പറയുകയാണെങ്കിൽ മാസങ്ങളോളം അത് ഒരു മാളങ്ങളിൽ കയറി കഴിഞ്ഞാൽ, ഇര കഴിഞ്ഞ് മാളങ്ങളിൽ കയറി കഴിഞ്ഞാൽ 90 ദിവസം വരെ അത് ഭക്ഷണം കഴിക്കാണ്ട് ഒരു മാളത്തിൽ നിൽക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു കാരണം നമ്മള് കാലാവസ്ഥ ഇപ്പൊ നമ്മളെ നാടൊക്കെ അതുപോലെയാണ്. ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഒരു സമയം ഫുൾ കാടായിരിക്കും, പിന്നെ ഒരു സമയം നോക്കിയാൽ ഫുള്ള് തളിച്ച് കാടൊക്കെ മാറി വീട് വന്നിട്ടുണ്ടാവും. പക്ഷെ ആ പാമ്പിന്റെ ആ സ്ഥലം അത് അങ്ങനെ ഉണ്ടാവും. പാമ്പ് അകത്ത് അങ്ങനെ ഉണ്ടാവും. പാമ്പ് ഇറങ്ങുന്ന സമയത്താണ്, കാടുള്ള സമയത്ത് കയറിയതാണ്, ഈ കാട് തളിച്ച സമയത്താണ് അത് ഇറങ്ങുന്നത്. അങ്ങനെയാണ് കൂടുതലും കാണപ്പെടുന്നത് ഈ പാമ്പിനെ. ഇനി അഥവാ ഒരാൾക്ക് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം? നമ്മൾ ഈ ഏറ്റവും കൂടുതൽ കാര്യം പഴയ കാര്യങ്ങൾ നോക്കി എന്തൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. കൈ കെട്ടണം, ഇത്ര വരെ കെട്ടണം. പക്ഷെ അങ്ങനൊന്നും ഇപ്പൊ ചെയ്യാൻ പാടില്ല. എല്ലാ വിദഗ്ധ ഡോക്ടർമാരും കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പറയുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാന്നാണ് ഇതിന്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കാന്നാണ്. വേറെ ഒരു കാര്യം ഇതിലൂടെ ചെയ്യാനില്ല. കാരണം ആദ്യം 30 മിനിറ്റ് എന്ന് പറഞ്ഞത് അതിന്റെ ഗോൾഡൻ ടൈമാണ്. എങ്ങനത്തെ വ്യക്തിയാവും പാമ്പ് കടിച്ചാൽ ഇപ്പൊ നമുക്ക് സംശയമുണ്ടോ അത് വിഷമാണോ വിഷമില്ലാത്തതാണോ? അതിനൊന്നും നിൽക്കല്ലേ. കാരണം ആദ്യം ഹോസ്പിറ്റലിൽ എത്താം, ബാക്കിയൊക്കെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് അവിടെ എത്തിക്കലാണ് ഏറ്റവും മുഖ്യം. ഇപ്പൊ ഇവിടെ ആന്റിവെനം കിട്ടാത്ത സാഹചര്യം ഉണ്ടെന്ന രീതിയിലുള്ള ചെറിയ വാർത്തകൾ വരുന്നുണ്ട്. അത്തരത്തിൽ കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാസർഗോഡ് ജില്ലയിൽ നിന്നല്ല, മൊത്തം കേരളത്തിൽ ഏകദേശം ഇപ്പൊ പുതിയ സർക്കാരിന്റെ ഒരു കാര്യത്തില് നമ്മളെല്ലാ ഗ്രാമപ്രദേശങ്ങളിലെ ചെറിയ ചെറിയ ഹോസ്പിറ്റലിൽ പോലും ആന്റിവെനം വെച്ചിട്ടുള്ളതാണ്. എല്ലാ ഗ്രാമപ്രദേശങ്ങളിലായിട്ട് ആന്റിവെനം എല്ലാ ഹോസ്പിറ്റലിലും ലഭ്യമായിട്ടുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ അതേപോലെ അതിന്റെ പുതിയ പട്ടിക വരുന്നുണ്ട് സർക്കാരിന്റെ. ആന്റിവെനമുള്ള ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലും മിക്കവാറും 90% ഹോസ്പിറ്റലിൽ ആന്റിവെനം കിട്ടുന്നുണ്ട്. അതൊരു സർപ്പ വളണ്ടിയർ ആണ്, അതോടൊപ്പം നിങ്ങൾ അറിയപ്പെടുന്ന ഒരു സ്നേക്ക് റെസ്ക്യൂർ ആണ്. അപ്പൊ ഈ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ചൂട് കാലത്ത് ജനങ്ങളോട് ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് നമ്മൾ പറയാനുള്ളത് വീട്ടിലേക്ക് അകത്തേക്ക് കയറും. കാരണം തണുപ്പുള്ള പ്രദേശത്ത് നോക്കി കയറുന്നതാണ്. പിന്നെ വീടും പരിസരവും പൂർണ്ണമായും വൃത്തി എന്നുള്ള രീതിയിൽ വെക്കാം. എലി കുഞ്ഞു വെക്കുന്ന സിറ്റുവേഷൻ വീട്ടിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അത് എത്ര വലിയ ബിൽഡിംഗ് ആട്ടെ. ഞാൻ 3-4 തട്ടിലെ ഫ്ലാറ്റിന്റെ മേലെന്ന് വീട്ടിന്റെ അകത്തുനിന്ന് പോലും ഞാൻ പിടിച്ചിട്ടുണ്ട്. കാരണം അവിടെ എലി കുഞ്ഞു വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് പിന്നെ മരങ്ങൾ വീട്ടിലേക്ക് ചാരി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അത് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ അതേപോലെ കുട്ടികളിൽ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ, അപ്പൊ അത് എൻ്റെ അഭിപ്രായത്തിൽ പാഠപദ്ധതിയിൽ ഈ കാര്യങ്ങൾ പാമ്പിനെ കുറിച്ച് ഉൾപ്പെടുത്തണമെന്ന് ഉള്ള ഒരു 4-ാം ക്ലാസ് മുതലോ 3-ാം ക്ലാസ് മുതലോ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് ഈ പാമ്പിന്റെ കാര്യത്തിൽ. കാരണം കൂടുതൽ നമുക്ക് പാമ്പ് നിർബന്ധമായിട്ടാണ് ഇപ്പൊ, അതായത് നമ്മളെ ഈ ഫുഡ് ചെയിൻ എന്നുള്ള രീതിയിൽ പാമ്പിന്റെ കാര്യം നിർബന്ധമാണ്. ഈ പാമ്പില്ലെങ്കിൽ നമ്മളെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കൂല. എന്നാൽ ഒരു ഭൂമിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ പാമ്പ് എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു ചെയിന്റെ ഒരു കണ്ണി പോയി കഴിഞ്ഞാൽ ആ ചെയിനിന് ഒരു നിലനിൽപ്പില്ല എന്നുള്ള രീതിയിൽ പാമ്പില്ല എങ്കിൽ നമുക്ക് മനുഷ്യൻ തന്നെ ഒരു നിലനിൽപ്പില്ല എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ ഈ നമ്മളെ കൃഷിനാശം 30-35% കൃഷിനാശം സംഭവിക്കുന്നുള്ളത് എലിനെ തൊട്ടാണ്. ഈ എലി മനുഷ്യനെ ഏറ്റവും എലി രോഗത്തിലാണ് കൂടുതൽ മനുഷ്യന്മാർ മരണത്തില് റിപ്പോർട്ടായിട്ടുള്ളത്. ഈ എലിനെ ഇല്ലാതാക്കുന്നത് പിന്നെ നമ്മളെ പാമ്പ് തന്നെയാണ്. കാരണം ഈ എലിന്റെ മാളത്തിലൂടെ ഉള്ളിൽ പോയി അതിനെ പിടിച്ച് ഏറ്റവും കുറക്കുന്നത് പാമ്പുകളാണ്. അപ്പൊ നമ്മൾ ഈ പാമ്പിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ കൂടുതൽ വൈറസും കൂടുതൽ രോഗം മരണം കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ തന്നെ ഉണ്ടാവും. ഇപ്പൊ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ
അവരെ അടിച്ചു കൊല്ലുന്ന ചില കാര്യങ്ങളൊക്കെ ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു റെസ്ക്യൂർ എങ്ങനെയാണ് ഒരാൾക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുക? നമ്മളെ പ്രത്യേകിച്ച് കാസർഗോഡ് മൊത്തം കേരളത്തിന് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കൺട്രോൾ റൂം നമ്പർ ഉണ്ട് ഫോറസ്റ്റിൻ്റെത്. പിന്നെ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അരമണിക്കൂറിന് മുമ്പായിട്ട് എല്ലാവരും എത്തുന്നുണ്ട്. അത്ര 2000 പരം റെസ്ക്യൂർമാരുണ്ട്. കൂടുതൽ പല ജോലിയിലുള്ള ആൾക്കാരാണെന്നുള്ളത്. അതുകൊണ്ട് ആ സമയപരിധി ചില സമയത്ത് വെക്കേണ്ടി വരുന്നു. എന്നാലും അരമണിക്കൂറിന് അകത്ത് എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ റെസ്ക്യൂർമാർ എത്തുന്നുണ്ട്. അവർ അതിൻ്റെതായിട്ടുള്ള നല്ല സേവനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ റെസ്ക്യൂർമാർ എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ഇതുവരെ നല്ല റിപ്പോർട്ട് അയച്ച് ഈ കഴിഞ്ഞ വർഷം വരെ അതായത് 100 ചില്ലാനം മരണങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അത് 10-ൽ താഴെയാണ് നിലനിൽക്കുന്നുള്ളത്. അത് കൂടുതൽ ഈ സർപ്പ വോളണ്ടിയേഴ്സ് നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുള്ളത് എന്നുള്ള തെളിവാണത്. പാമ്പ് കടിയേൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അമീൻ അടുക്കത്തുബൈൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവകരമാണ്. അദ്ദേഹം കൃത്യമായ നിർദ്ദേശങ്ങളാണ് പാമ്പ് കടിയേൽക്കാതിരിക്കുവാൻ, അതുപോലെ തന്നെ പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാലും പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൻ, KCN ന്യൂസ്, കാസർഗോഡ്.